കൊൽക്കത്തയിൽ പാറ്റ പാർട്ടിയുടെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധത്തിലുണ്ടായ ആക്രമണം വിദേശ ശക്തികളുടെ സ്പോൺസർഷിപ്പെന്ന് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. ആക്രമണത്തിൽ അറസ്റ്റിലായവർക്ക് നീറ്റ് വിഷയത്തിലെ പ്രതിഷേധവുമായി ബന്ധമില്ല എന്നും അവർ ജമാഅത്തെ തീവ്രവാദികളാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൊൽക്കത്തയിൽ നടന്നത് ഇടതുപക്ഷ പ്രതിഷേധമായിരുന്നില്ലെന്നും സ്വയം പ്രഖ്യാപിത കോക്രോച്ച് ജനതാ പാർട്ടിയായിരുന്നു സമരത്തിന് പിന്നിലെന്നും പിന്നീടാണ് ഇടതുപക്ഷക്കാർ അതിൽ ചേർന്നതെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കി. പ്രതിഷേധത്തിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടവരാരും ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന ക്രൂരമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്ന് CJP സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊൽക്കത്ത പോലീസ് എല്ലാ വിവരങ്ങളും കൈമാറിയെന്നും കാര്യങ്ങൾ മനസ്സിലായതായും സുവേന്ദു അധികാരി കൂട്ടിച്ചേർത്തു. ഇത് പൂർണ്ണമായും വിദേശ ശക്തികളുടെ സ്പോൺസർഷിപ്പ് ആയിരിക്കാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചതിലും ആക്രമണം നടത്തിയതിനും 7 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മാധ്യമപ്രവർത്തകരുടെ പരാതിയിലാണ് കേസെടുത്തത്. 14 പേർ അറസ്റ്റിലായെന്നും ഇവർ വിദ്യാർത്ഥികളല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. അക്രമികൾ പൂർണ്ണമായും ജമാഅത്ത് തീവ്രവാദികളാണ്. আমি ধন্যবাদ জানাবো পশ্চিমবঙ্গে যারা এই নিট আন্দোলনের পার্ট ছিল, তারা এই ঘটনায় একেবারেই যুক্ত নয়। আমরা ভালো করে দেখেছি এবং তারা সোশ্যাল মিডিয়াতেও দিয়েছে যে সাংবাদিকদের উপরে বর্বরোচিত আক্রমণ এবং এই ধরনের ঘটনার সঙ্গে যারা যুক্ত তাদের দায়িত্ব তারা নিচ্ছেন। তারা সোশ্যাল মিডিয়াতেও দিয়েছে, আমাকে কলকাতা পুলিশের CP সব পাঠিয়েছে, দেখেছি। ഭാരതത്തെ ദുർബലപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും ആഗ്രഹിക്കുന്നവരാണ് അക്രമം നടത്തിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.